പാർലമെന്റ് അംഗം എന്ന നിലയിൽ താൻ സമർപ്പിച്ച പദ്ധതികളുടെ രൂപരേഖ കഴിഞ്ഞ വർഷം മെയ് മുതൽ കൊല്ലം ജില്ലാ കളക്ടർ തടഞ്ഞുവച്ചിരിക്കുന്നു എന്നാണ് NK പ്രേമചന്ദ്രൻ MP-യുടെ ആരോപണം. പദ്ധതിയുടെ വിശദാംശങ്ങൾ നൽകാൻ പോലും കളക്ടർ തയ്യാറാകുന്നില്ലെന്ന് MP ആരോപിക്കുന്നു. രണ്ടാഴ്ച മുമ്പ് നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ കൊല്ലം ജില്ലയിലെ ചില MLA-മാരും സമാന ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ കളക്ടർ ടി മിത്ര ഇതൊന്നും വകവയ്ക്കുന്നില്ലെന്ന് MP ആരോപിച്ചു. എന്നോട് വാക്കാൽ പലരും പറഞ്ഞിട്ടുള്ള പരാതി അനുസരിച്ചാണെങ്കിൽ ഒന്നും നടക്കുന്നില്ല. കളക്ടറേറ്റ് ഏതാണ്ട് സ്തംഭനാവസ്ഥയിലാണ്. പണി ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞാൽ ബില്ല് കിട്ടിയില്ലെങ്കിൽ ഈ പണി ഏറ്റെടുക്കാൻ ആര് വരും? ഇതൊന്നും കെട്ടിട നിർമ്മാണം, വായനശാലയുടെ കെട്ടിട നിർമ്മാണവും സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണമൊന്നും അമിതമായ ലാഭം കൊയ്യുന്ന കരാർ പണികളൊന്നുമല്ല. റോഡിൻ്റെതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളെല്ലാം കൂടുതലും കൊടുക്കുന്നത് വായനശാല, പള്ളിക്കൂടം, അതുപോലെ ഇതുപോലെയുള്ള സ്കൂളുകളുടെ കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ് റൂം, വെയിറ്റിംഗ് ഷെഡ്, ഹൈമാസ് ലൈറ്റ്, ഇത്തരത്തിലുള്ള വർക്കുകൾക്കായിട്ടാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. എനിക്ക് അതിനെ സംബന്ധിച്ചിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. പക്ഷേ എന്തായാലും ഈ കാര്യത്തിൽ മറ്റെംപിമാരുടെ കൂടി വർക്ക് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് ഞാൻ എടുക്കാൻ പറഞ്ഞുള്ളൂ. എൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ MP വിവരാവകാശ നിയമം അനുസരിച്ച് ഞാൻ കത്ത് കൊടുക്കാൻ പോവുകയാണ്. വിവരാവകാശ നിയമം അനുസരിച്ച് NK പ്രേമചന്ദ്രൻ MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് ഈ സാമ്പത്തിക വർഷം എത്ര കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തു, എത്ര നിർദ്ദേശങ്ങൾ കിട്ടിയെന്ന് ഒരു MP-ക്ക് വിവരാവകാശ നിയമം അനുസരിച്ച് അപേക്ഷ കൊടുത്ത് വിവരം അറിയേണ്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ സമീപനത്തിനെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് NK പ്രേമചന്ദ്രൻ. അതേസമയം MP-യുടെ ആരോപണം പരിശോധിക്കുമെന്ന് കൊല്ലം കളക്ടർ ടി മിത്ര അറിയിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.